ആ ചേട്ടാ, പെണ്ണിനെ നോക്കുന്ന കാര്യം എന്തുവായി? ഒരു കിടിലൻ ആലോചന വന്നിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്? പിടിക്കാത്ത ചിട്ടി എത്ര ഉണ്ട്? ഇനിയും കുടിശ്ശിക വല്ലതും ഉണ്ടോ? 3 മാസം അടയ്ക്കാത്ത 3 EMI ഉണ്ട്, മതിയോ? ആവുന്ന കാലത്ത് ബാലൻസ് നോക്കി കെട്ടിയാൽ ആവാത്ത കാലത്ത് EMI അടയ്ക്കാതെ ജീവിക്കാം. ഈ ഫാമിലി അമ്മയ്ക്ക് പറ്റിയതാ. അവരുടെ കുടുംബമേ കച്ചറയാ. ഇങ്ങനൊന്ന് പരസ്യം കൊടുത്താലോ? എന്തു? ബാങ്ക് ബാലൻസ്, പിടിക്കാത്ത ചിട്ടി, ഒറ്റമൂള് വിദേശയാത്ര, PR കൂടെ ഉണ്ടെങ്കിൽ അത്യുത്തമം. അങ്ങനെയുള്ളവർക്ക് മാത്രം മുൻഗണന. സെറ്റ്. വാ തുറന്നാ തെറി മാത്രം പറയുന്ന ഒരു അമ്മായിയമ്മ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. കൂടെ നിന്നിട്ടുണ്ടല്ലോ. അമ്മ, ആ ശ്യാമണ്ണൻ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവര് കണ്ട് കിടന്ന് വിളിക്കുന്നു. സ്വഭാവം അറിയാന് നല്ല അടിപൊളി പയ്യനാ, സൂപ്പർ സ്വഭാവമാ. അയ്യോ, അമ്മ നല്ലതാണല്ലോ മൊത്തം പറയുന്നേ. പെണ്ണിനെന്തോ ജോലി? ദുബായിലോ? നേഴ്സോ? തീർന്നു. ചെറുക്കൻ അത്ര ശരിയല്ല. മറ്റേ പരിപാടിയൊക്കെ ഉണ്ടെന്നാ കേട്ടത്. ആ ബന്ധത്തിനൊരു തീരുമാനമായിട്ടുണ്ട്. മറ്റേ പരിപാടിയിലെല്ലാം പെടും. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? നമ്മളെക്കാളും നല്ലൊരു ബന്ധമോ? നോ വേ ഉണ്ണി. അത് ഈ ശൈല ഉള്ളപ്പോഴോ? ഇപ്പൊ എല്ലാം മത്സരമാണല്ലോ. ഒരാള് 2 നില വീട് വെച്ചാൽ അതിലത്തുള്ളവൻ ലോൺ എടുത്ത് 2 നില വീട് വെക്കും. കാർ എടുത്താലോ റെന്റിനേലും മേടിച്ചു കൊണ്ടിടും. അപ്പൊ പിന്നെ കല്യാണക്കാര്യത്തിൽ പറയണ്ടല്ലോ. അല്ല, ഈ ബുദ്ധിയുള്ള ആരെങ്കിലും കല്യാണക്കാരെ നാട്ടുകാരോട് വിളിച്ച് തിരക്കൂ? അല്ല, ഈ നാട്ടുകാർ നല്ലത് പറഞ്ഞിട്ട് നടന്ന കല്യാണം വല്ലതും ഉണ്ടോ? നാട്ടുകാർ നല്ലത് പറയും ചത്തു മലച്ച് കിടക്കുമ്പോ അവ നല്ലതായിരുന്നു. രംഗുവേ, എവിടെ പോവാ? അവിടെ വിചാരം ആരും ഒന്നും അറിയത്തില്ലെന്നാ. ഇന്നലെ അവരുടെ വീട്ടിൽ പെണ്ണ് കാണലായിരുന്നു. പെണ്ണും ചെറുക്കനും കൂടെ 4 വർഷം കൊണ്ട് പ്രേമമാ. ഇവരുടെ വിചാരം ആരും ഒന്നും അറിയുന്നില്ലെന്നാ. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണെന്ന്. എന്നിട്ടൊരു പെണ്ണ് കാണലും. അമ്മ എങ്ങാണ് ഒരു പ്രേമമാണെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ 4 വർഷം കൊണ്ട് 2 പിള്ളേരെ അമ്മ നാക്കുകൊണ്ട് പറഞ്ഞുണ്ടാക്കും. അത് മേടിച്ച് അവര് പറയാഞ്ഞതാ. മോനെ, മാട്രിമോണിയിലെ പരസ്യം ഒന്നും പഴയ പോലെ എഫക്റ്റീവ് അല്ലല്ലോ. ശരിയാ, ഒരു വഴിയുണ്ട്. എന്തുവാ? ആക്ഷൻ. ഞാൻ ശൈലജ. എന്നെ പോലൊരു അമ്മായിയമ്മയെ കിട്ടണേ തപസ്സിരിക്കണം. അടുക്കള ജോലി ഞാൻ നോക്കിക്കോളാം. മോള് കേറണ്ട. രാത്രി എവിടെ പോയാലും ഒറ്റ വിളിക്ക് കഥ തുറക്കത്തില്ല. എന്തുവാ? യോ, തുറന്നു തരാം. ഹണിമൂണിന് പോകാൻ നേരം കൂടെ ഞാനും വരും. കേക്കല്ലേ? എന്തുവാ എന്ന് പറയത്തില്ല. മരുമോടെ സ്വർണം അമ്മയ്ക്ക് സ്വന്തം. നോക്കിയിരിക്കത്തേ ഉള്ളു. അങ്ങനെയും പറയത്തില്ല. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അതാണ് അമ്മയുടെ മെയിൻ. ഇത് കത്തും. അല്ല, അവക്ക് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കൊടുത്താൽ നേരം വെളുക്കുമ്പോഴെങ്കിലും കേറി വരുവോ? അമ്മയോട് ഇതും കൂടെ പറ. എന്തുവാ? ഗർഭ ശുശ്രൂഷ ദുബായ് മുതൽ കാനഡ വരെ ചെന്ന് മനസ്സോടെ ചെയ്ത് കൊടുക്കപ്പെടും ഈ അമ്മ. അപേക്ഷകൾ സ്വീകരിക്കുന്നു.